ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് പ്രോബ്ലംസ് അറൈസ് വെൻ ദ പോപ്പുലേഷൻ ഇൻക്രീസസ്? പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതോറും എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നത്? ഇപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതോറും പോവേർട്ടി ഇൻക്രീസ് ചെയ്യും. കാരണം റിസോഴ്സസ് വന്നിട്ട് കൂടുതൽ ആളുകളുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട്. അതുമാത്രമല്ല, എല്ലാവർക്കും ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് അൺഎംപ്ലോയ്മെന്റ് ചാൻസ് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു രാജ്യത്തിന്റെ സോഷ്യലും അതുപോലെ എക്കണോമിക് പ്രോഗ്രസ്സിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. When the population increases, it can lead to several significant problems. These include increased poverty as resources have to be shared among more people. It also leads to higher unemployment because there are not enough jobs for everyone. Additionally, it can cause starvation and put a strain on the country's social and economic progress. Question: when was the census started in India? When was the last census conducted in India? എപ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് സ്റ്റാർട്ട് ചെയ്തത്? അതോടൊപ്പം തന്നെ എപ്പോഴാണ് ഇന്ത്യയിൽ ലാസ്റ്റ് സെൻസസ് കണ്ടക്ട് ചെയ്തത്? ഇപ്പം ഇന്ത്യയിൽ ഫസ്റ്റ് സിസ്റ്റമാറ്റിക് സെൻസസ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്തത് 1881-ലാണ്. അപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് എല്ലാ 10 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ലാസ്റ്റ് സെൻസസ് കണ്ടക്ട് ചെയ്തത് 2011-ലാണ്. അപ്പോൾ ഈ ഒരു സെൻസസിലൂടെ നമുക്ക് പോപ്പുലേഷൻ്റെ സൈസും സ്ട്രക്ചറും അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ചിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ ഫസ്റ്റ് സിസ്റ്റമാറ്റിക് സെൻസസ് ഇൻ ഇന്ത്യ വാസ് കണ്ടക്റ്റഡ് ഇൻ 1881, though attempts were made before that. It has been held every 10 years since then. The last census was conducted in the year 2011. This census provides valuable data on the population size, structure, and socio-economic status. Question: what are the social problems in densely populated areas? Densely populated areas face ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് വന്നിട്ട് കുറേ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ സ്പേസസ് കുറവായിരിക്കും. പിന്നെ പറയുന്നത് അഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ സ്റ്റോറേജ് ഫെസിലിറ്റീസ് കുറവാണ്. പിന്നെ ഈ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസിൽ പൊല്യൂഷൻ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ് വന്നിട്ട് പബ്ലിക് സർവീസസും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Densely populated areas face many social problems due to high concentration of people. These challenges include a lack of open spaces for recreation and living. They often suffer from high level of pollution and a lack of adequate water storage facilities. Overcrowding is another major issue which puts a strain on public services and infrastructure. Question: what is the male-female ratio in India and Kerala as per the 2011 census? 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലും കേരളത്തിലുള്ള മെയിൽ ഫീമെയിൽ റേഷ്യോ എത്രയാണ്? ഇപ്പോൾ 2011 സെൻസസ് പ്രകാരം 1000 മെയിൽസിന് 900 ഫീമെയിൽസ് ആണ് ഇന്ത്യയിൽ വരുന്ന മെയിൽ ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ടുള്ള റേഷ്യോ ആണ്. അതായത് കേരളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റുള്ളൂ, പക്ഷെ അതിന് എക്സാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള ജെൻഡർ ബാലൻസിന്റെ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. According to 2011 census, the male-female ratio in India was 940 females for every 1000 males. In contrast, Kerala had a more favorable ratio. The Kerala statistics should be compared but does not provide the exact number, though it is known to be higher than the national average. This ratio is an important indicator of gender balance in society. Question: what might be the social problems created by the decreasing male-female ratio? മെയിൽ ഫീമെയിൽ റേഷ്യോ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന സോഷ്യൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? മെയിൽ ഫീമെയിൽ റേഷ്യോ ഡിക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസിനെക്കാളും കുറവായിരിക്കും ഫീമെയിൽസ്. അപ്പോൾ ഇത് വന്നിട്ട് സീരിയസ് ആയിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് സൊസൈറ്റിയിൽ ഇംബാലൻസിന് ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാരേജ് പാറ്റേൺസൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നു. അതായത് ആണുങ്ങൾക്ക് അവരുടെ പാർട്ട്നേഴ്സിനെ കിട്ടുന്നതിന് വളരെയധികം ഡിഫിക്കൽട്ടായിരിക്കും.
പിന്നെ ഈ ഒരു ഇംബാലൻസ് വന്നിട്ട് വിമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലൻസ് കൂട്ടുന്നു. അപ്പോൾ NITI പോലത്തെ ഓർഗനൈസേഷൻസും ഗവൺമെൻറ്റൊക്കെ ഈ ഒരു ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗേൾസ് എഡ്യൂക്കേഷനും റൈറ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A decreasing male-female ratio where there are fewer females than males can create serious social problems. It can lead to an imbalance in the society and affect marriage patterns, making it difficult for men to find partners. This imbalance can also potentially lead to an increase in violence against women. The government and organizations like NITI Ayog are working to address this issue by promoting the rights and educations of girls. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: Which age group has the largest population in India according to 2011 census data? ഇന്ത്യയിൽ 2011 സെൻസസ് ഡാറ്റ പ്രകാരം ഏത് ഏജ് ഗ്രൂപ്പിലാണ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത്? ഇപ്പോൾ 2011 സെൻസസ് പ്രകാരം 15 മുതൽ 59 ഇയേഴ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിനാണ് ലാർജസ്റ്റ് പോപ്പുലേഷൻ വരുന്നത്. ഈ ഒരു ഗ്രൂപ്പിന് യങ്ങും വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ടോട്ടൽ പോപ്പുലേഷനിൽ 63% ഈ ഗ്രൂപ്പാണ് വരുന്നത്. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യക്ക് ഒരു ലാർജ് വർക്ക് ഫോഴ്സ് തന്നെയുണ്ട്. ഇത് വന്നിട്ട് എക്കണോമിക് ഗ്രോത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ 2011 census data, the age group of 15 to 59 years has the largest population. This group, considered the young and working age population, makes up 63% of the total population. This indicates that India has a large workforce which can contribute to the economic growth. Question: Which age group has the lowest population in India? ഇന്ത്യയിൽ ഏത് ഏജ് ഗ്രൂപ്പിനാണ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത്? അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ഒരു എൽഡർലി ഗ്രൂപ്പ്, അതായത് 60 ഇയേഴ്സ് ആൻഡ് എബോവ് ഉള്ള ആളുകൾക്കാണ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത്. അതായത് ഈ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ടോട്ടൽ പോപ്പുലേഷൻ്റെ 8% ആണ് വരുന്നത്. അപ്പോൾ ഈ നമ്പർ വന്നിട്ട് കറൻ്റ് ലോ ആണ്, പക്ഷേ ഇത് വന്നിട്ട് ലൈഫ് എക്സ്പെക്റ്റൻസി ഇംപ്രൂവ് ചെയ്യുന്നതോറും അത് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ദ ഏജ് ഗ്രൂപ്പ് വിത്ത് ദ ലോവസ്റ്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ബേസ്ഡ് ഓൺ ദ പ്രൊവൈഡഡ് ഡാറ്റ ഇസ് ദി എൽഡർലി ഗ്രൂപ്പ്, which includes people aged 60 years and above. This group accounts for only 8% of the total population. While this number is currently low, it is expected to increase as life expectancy improves. Question: What is demography? Demography പറഞ്ഞാൽ എന്താണ്? ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പോപ്പുലേഷൻ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതായത് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നിവയൊക്കെ. ഇപ്പോൾ ഡെമോഗ്രഫി വന്നിട്ട് സൊസൈറ്റീൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിലുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഡെമോഗ്രഫി is a branch of science that studies human populations. It deals with the population structure including birth rate, death rate, migration, population density. Demography analyzes how the human resources of an area can be used for the development of society. It helps us understand trends and changes in the population over time. Question: What is the difference between internal and international migration? Internal international migration തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് പോകുന്ന ജനങ്ങളുടെ മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് കൺട്രീൻ്റെ ബോർഡറിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന മൈഗ്രേഷനാണ്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് വർക്കിന് വേണ്ടി പോകുന്നത്. ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രിയുടെ ബോർഡറിൽ കടന്നു പോകുന്ന മൈഗ്രേഷനാണ്. അതായത് ജനങ്ങൾ വന്നിട്ട് ഇന്ത്യയിൽ നിന്നും മറ്റൊരു കൺട്രിയിലേക്ക് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസിനോ പോകുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. മൈഗ്രേഷൻ ഇസ് ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ടു സെറ്റിൽ. International migration happens within a country's border, like when people from one state move to another for work. International migration is when people move across country borders, such as moving from India to other country for education or employment. Question: What are birth rate and death rate? Birth rate ഉം death rate ഉം പറഞ്ഞാൽ എന്താണ്?
ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഇയറിൽ പോപ്പുലേഷൻ്റെ എവറി 1000 പീപ്പിളിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ് ആണ്. അതേസമയം ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഏരിയയിലും ടൈമിലും പോപ്പുലേഷനിൽ ഉണ്ടാവുന്ന എവറി 1000 പീപ്പിളിലുള്ള നമ്പർ ഓഫ് ഡെത്ത്സ് ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഒരു റീജിയനിലെ പോപ്പുലേഷൻ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Birth rate is the number of live birds for every 1000 people in a population in a specific year. The death rate is the number of deaths for every 1000 people in a population in a particular area and time. The difference between these two rates is used to calculate the population growth of a region. Question: What is population density? Population density പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി വന്നിട്ട് ഒരു സ്ഥലത്ത് എത്ര ക്രൗഡഡ് ആണെന്ന് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആവറേജ് നമ്പർ എടുത്തിട്ടാണ്. അതായത് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ജനങ്ങൾ നല്ല ക്ലോസ് ആയിട്ട് താമസിക്കുന്നുണ്ട്, ക്രൗഡഡ് ആയിട്ട് താമസിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഇനി ലോ ഡെൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ടാണ് താമസിക്കുന്ന അർത്ഥം. അത് അത്രയും ക്ലോസ് അല്ലാതെ സ്പ്രെഡ് ചെയ്തിട്ടാണ് അവിടെ താമസിക്കുന്ന അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷേഴ്സ് ഹൗ ക്രൗഡഡ് എ പ്ലേസ് ഈസ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ ആവറേജ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ 1 square kilometer of an area. A high population density means many people live close together, while a low density means people are more spread out. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What does the term sex ratio mean? സെക്സ് റേഷ്യോ പറയുന്ന ടേം കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് സ്പെസിഫിക് ടൈമിൽ പോപ്പുലേഷനിലുള്ള നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. ഈ ഒരു റേഷ്യോ വന്നിട്ട് സൊസൈറ്റിയിലുള്ള ജെൻഡർ ബാലൻസിന് ഒരു കീ ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഈ ഒരു സെക്സ് റേഷ്യോയിൽ ഡിക്ലൈനിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് വന്നിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള കുറേ കൺട്രീസിൻ്റെ ഒരു കൺസേണും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സെക്സ് റേഷ്യോ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഫീമെയിൽസ് ഫോർ എവറി 1000 മെയിൽസ് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം. ദിസ് റേഷ്യോ ഈസ് എ കീ ഇൻഡിക്കേറ്റർ ഓഫ് ജെൻഡർ ബാലൻസ് ഇൻ എ സൊസൈറ്റി. A declining sex ratio can point to social problems and is a concern of many countries including India. Question: What is life expectancy? Life expectancy പറഞ്ഞാൽ എന്താണ്? ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് ഒരു വ്യക്തി ആവറേജ് ആയിട്ട് എത്ര കാലം ജീവിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ്റെ ഹെൽത്തും വെൽബീയിങ്ങിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്. ലൈഫ് എക്സ്പെക്റ്റൻസി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിൻ്റെ ഡെത്ത് റേറ്റ് അനലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Life expectancy is an estimate of how long a person is expected to live on average. It is an important indicator of the health and well-being of a country's population. Life expectancy is determined by looking at the death rates for different age groups in a particular area. Question: What are the 3 main age groups used to structure a population? ഒരു പോപ്പുലേഷൻ സ്ട്രക്ചറിൽ വരുന്ന 3 മെയിൻ ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ പോപ്പുലേഷനെ മെയിനായിട്ട് 3 മെയിൻ ഏജ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 0 മുതൽ 14 വരെയുള്ളതാണ്. ഇതിൽ നമ്മൾ കൂടുതലും കുട്ടികളാണ് വരുന്നത്. സെക്കൻഡ് ആയിട്ട് വരുന്നത് 15 മുതൽ 59 ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിനകത്ത് യങ്ങും അതുപോലെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. തേർഡ് വരുന്നത് 60യും 60ൻ്റെ എബോവ് ഏജ് ഉള്ള ഗ്രൂപ്പാണ്. ഇവരിനെ നമ്മൾ എൽഡേഴ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The population is generally divided into 3 main age groups. The first is the 0 to 14 age group, which consists of children. The second is the 15 to 59 age group, which is considered the young and working age population. The third is the group of people aged 60 and above who are considered elderly. Question: What is the dependency ratio? Dependency ratio പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വളരെ ഓൾഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് അണ്ടർ 15ഉം ഓവർ 16ഉം വരുന്ന ആളുകളെയാണ് നമ്മൾ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത് വർക്കിംഗ് ഏജ് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ നമ്പർ
കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻ്റ് ആണ് അല്ലെങ്കിൽ മെഷറാണ്. ഹൈ ഡിപ്പെൻഡൻസി റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കിംഗ് പോപ്പുലേഷന് ലാർജ് നമ്പർ ഓഫ് നോൺ വർക്കിംഗ് പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The dependency ratio is a measure used to compare the number of dependents with the work age population. Dependents are people who are either too young, under 15, or too old, over 64 to work. A high dependency ratio means that the working population has to support a large number of non-working people. Question: What is a demographic dividend? Demographic dividend പറഞ്ഞാൽ എന്താണ്? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ലോ ഡിപ്പെൻഡൻസി റേഷ്യോ ഉള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ആണ്. ഇത് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ലോ ഡിപ്പെൻഡൻസി റേഷ്യോ വരണമെങ്കിൽ വർക്കിംഗ് പീപ്പിളിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അൺഎംപ്ലോയിഡും അതുപോലെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പീപ്പിളിൻ്റെ നമ്പറിനേക്കാളും കൂടുതലാവണം. അപ്പോൾ ഈ ഒരു ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺട്രി വന്നിട്ട് ആ കൺട്രിയിലുള്ള യങ് പോപ്പുലേഷന് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A demographic dividend or a demographic gift is the economic growth that can result from a decrease in the dependency ratio. This happens when the number of working people is larger than the number of unemployed or dependent people. To get the full benefit, the country must provide good job opportunities for its young population. Question: Why is Kerala's life expectancy higher than the national average? എന്തുകൊണ്ടാണ് കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി വന്നിട്ട് നാഷണൽ ആവറേജിനെക്കാളും ഹയർ ആണെന്ന് പറയാൻ കാരണം? അപ്പോൾ കേരളയിൽ വന്നിട്ട് ഹയർ ലൈഫ് എക്സ്പെക്റ്റൻസി ആണുള്ളത്. ഇതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന് കാരണമായിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഹൈ ലിറ്ററസി റേറ്റ്. അതായത് കേരള സ്റ്റേറ്റിന് ഹൈ ലിറ്ററസി റേറ്റ് ആണുള്ളത്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ആണ് അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഉള്ളത്. അത് മാത്രമല്ല ഇവിടെയുള്ളത് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് പോളിസിയാണ്. അതായത് ഓരോ സിറ്റിസൺസിനും ഹെൽത്ത് കെയർ ആക്സസ് എൻഷുർ ചെയ്യുന്നുണ്ട് ഇതിലൂടെ. പിന്നെ വരുന്ന ഫാക്ടർ പറയുന്നത് ക്ലെൻലിനെസ്സും അതുപോലെ തന്നെ നല്ല പബ്ലിക് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ജനങ്ങളുടെ ലോങ്ങർ ലൈഫ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. കേരള ഹാസ് എ ഹയർ ലൈഫ് എക്സ്പെക്റ്റൻസി ഡ്യൂ ടു സെവറൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. The state has a high literacy rate and places a strong emphasis on higher education. It also has a decentralized public health policy ensuring better health care access for its citizens. Additionally, factors like cleanliness and a good public food distribution system contribute to the longer lives of its people. Subscribe to this channel for more videos like this. Question: What are the two branches of demography? ഡെമോഗ്രഫിയുടെ രണ്ട് ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഡെമോഗ്രഫീനെ മെയിനായിട്ട് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫോർമൽ ഡെമോഗ്രഫിയും രണ്ടാമത് സോഷ്യൽ ഡെമോഗ്രഫിയാണ്. ഇപ്പോൾ ഫോർമൽ ഡെമോഗ്രഫിയിൽ വന്നിട്ട് ബർത്ത് അതുപോലെ ഡെത്ത് റേറ്റ് പോലെയുള്ള പോപ്പുലേഷൻ ചേഞ്ചിൽ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സിനെ മെഷർ ചെയ്യുകയും അതുപോലെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ ഡെമോഗ്രഫിയിൽ വന്നിട്ട് സോഷ്യൽ എക്കണോമിക് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റീസൺസ് അതുപോലെ പോപ്പുലർ സ്ട്രക്ചറിൽ വരുന്ന എഫക്ട്സും ചേഞ്ചിനെയൊക്കെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Demography is divided into two main branches, formal demography and social demography. Formal demography focuses on measuring and analyzing the factors that cause population change such as birth and death rates. Social demography investigates the social, economic and political reasons and effects of population structure and change. Question: What are infant mortality rate and maternal mortality rate? What is the significance of this? ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് പറഞ്ഞാൽ എന്താണ്, അതേസമയം മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇപ്പോൾ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഉണ്ടായിട്ടുള്ള 1000 ലൈവ് ബർത്തിൽ എത്ര ഇൻഫാൻസ് മരണപ്പെട്ടു എന്ന റേറ്റ് ആണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഉണ്ടായിട്ടുള്ള 1000 ബർത്തിൽ എത്ര സ്ത്രീകൾ ചൈൽഡ് ബർത്ത് ടൈമിൽ മരണപ്പെട്ടു എന്ന റേറ്റ് ആണ്. അപ്പോൾ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റും അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം ഹൈ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ബാക്ക്വാർഡ്നെസ്സിനെയും അതുപോലെ തന്നെ പോവേർട്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് എ നമ്പർ ഓഫ് ഇൻഫാൻസ് ഹു ഡൈ വിത്തിൻ 1 year ഔട്ട് ഓഫ് 1000 ലൈവ് ബേർഡ്സ് ഇൻ എ ഇയർ. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇസ് എ നമ്പർ ഓഫ് വിമൺ ഹു ഡൈ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് പെർ 1000 ബേർഡ്സ് ഇൻ എ ഇയർ.
Infant mortality rate and maternal mortality are significant because high infant mortality rate and maternal mortality rate are indicators of backwardness and poverty of that country. Question: How do governments use the dependency ratio? Governments എങ്ങനെയാണ് dependency ratio use ചെയ്യുന്നത്? ഇപ്പോൾ ഗവൺമെന്റ്സ് വന്നിട്ട് ഫ്യൂച്ചർ പ്ലാനിന് വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡൻസി റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു റേഷ്യോ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ട് ഹെൽത്ത് കെയറും അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ബെറ്റർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും കഴിയുന്നു. അതുമാത്രമല്ല ഇത് വന്നിട്ട് എത്ര ആളുകൾക്ക് കെയറിങ്ങും അതുപോലെ തന്നെ വെൽഫെയർ സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ഇതിലൂടെ കഴിയുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Governments use the dependency ratio to plan for the future. By understanding this ratio, they can evaluate and create better plans for the healthcare and education systems. It helps them identify how many people need care and welfare support, allowing them to create policies to support both the dependent and working populations effectively. Question: What is an aging population? Aging population പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഏജിങ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയിലുള്ള ഓൾഡർ പീപ്പിളിൻ്റെ പ്രൊപ്പോർഷൻസ് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ഇത് എപ്പോഴാണ് സംഭവിക്കുക വെച്ചാൽ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുകയും അതുപോലെ ബർത്ത് റേറ്റ് കുറയുകയും ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് എക്കണോമിയും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ എഫക്റ്റ് ആവും. അതായത് ആവറേജ് ഏജ് ഓഫ് പോപ്പുലേഷൻ വന്നിട്ട് കൂടുതലാവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. An aging population is a term used to describe a situation where the proportion of older people in a country is increasing. This happens when life expectancy goes up and birth rate goes down. As a result, the average age of the population becomes higher, which can affect the economy and social security systems. Next, നമ്മൾ പഠിക്കാൻ പോകുന്നത് one word type അല്ലെങ്കിൽ fill in the blanks type ക്വസ്റ്റ്യൻസുകളാണ്. Question: The scientific study of population is called dash. Answer: demography. Next question: In India, a census is usually conducted once every dash years. Answer: 10 years. Next question: Migration within a country's border is known as dash migration. Answer: internal migration. Next question: The number of live births per thousand of the population is the dash. Answer: birth rate. Next question: The average population per square kilometer is called dash. Answer: population density. Next question: According to the 2011 census, dash has the highest population density in India. Answer: Delhi. Next question: The number of females per 1000 males is known as the dash. Answer: sex ratio. Next question: An estimate of how long a person lives on average is their dash. Answer: life expectancy. Next question: The population age group from 15 to 59 years is considered the dash population. Answer: young people or working population. Next question: The comparison between the dependent population and the working population is the dash. Answer: dependency ratio. Question: The economic benefit from a large working age population is called the demographic dash. Answer: dividend. Next question: India's first national population policy came into being in the year dash. Answer: 1976. Next question: The current national population policy, that is 2000, aims to stabilize the population by the year dash. Answer: 2045. Next question: The dash is an international agency under the UN that works on population development. Answer: United Nations Population Fund or UNFPA. Next question: The number of infants who die within 1 year out of 1000 live births is the dash. Answer: infant mortality rate. Next question: In Kerala, migrant workers are referred to as dash workers. Answer: guest workers. Next question: The population structure where the population of the older age group is high is called dash population. Answer: aging population. Next question: The head of census activities in India is the dash. Answer: Registrar General and Census Commissioner.
Next question. The two branches of demography are formal demography and dash demography. Answer social. Last question. High infant and maternal mortality rates are indicators of dash and poverty. Answer backwardness. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.